ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചവൾ ഇതേ മുന്നില്. എവിടെ എത്തരുതെന്ന് വിചാരിച്ചോ അവിടെ തന്നെ എത്തിയിരിക്കുക. ഇനി മഹേന്ദ്രൻ എങ്ങാനും വീണ്ടും ഇവളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാ പിന്നെ ഞാനിട്ട എല്ലാ പ്ലാനുകളും തകരും. അല്ല, ഇവൾ ആരായിരിക്കും? മഹേന്ദ്രനുമായിട്ട് ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇവളെങ്ങനെയാ ഞങ്ങൾക്കിടയിൽ വന്നു പെടുന്നത്? എന്റെ അമ്മോ, ഈ പെണ്ണ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എന്റെ മാഡത്തിന്റെ സ്വപ്നമൊക്കെ കലങ്ങുമെന്ന് തോന്നുന്നേ. ഇത്രയും നാള് കരുതി വെച്ചിരുന്ന സ്നേഹവും വകയൊക്കെ എവിടെ പോയി അവസാനിക്കോ എന്തോ. നിങ്ങള് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സോറി. ആ, മൂന്നാറിലുണ്ടായിരുന്ന നിങ്ങളല്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. മൂന്നാറോ? മോളെന്തിനാ അവിടെ പോയത്? അത് സർ, അവിടെ നീ ഇന്റർവ്യൂവിനല്ലേ വന്നേ? അതെ മാഡം. ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള കെയർ ടേക്കറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് തിരിച്ചു പോവാം. അയ്യോ, ഗുപ്ത ഇന്റർവ്യൂ കഴിഞ്ഞു പോയെന്നാ പറയുന്നേ. ഒന്ന് സമാധാനപ്പെടും. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? എത്രമാത്രം കഷ്ടപ്പെട്ടും പ്രതീക്ഷയോടെ ഇവിടെ വന്ന്. എന്തായാലും വന്നവരെ എല്ലാം ഇന്റർവ്യൂ ചെയ്ത് ഏറ്റവും നല്ല ആളിനെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അതെ സാർ, അതെ സാർ. എന്നാലും അങ്കിൾ, ഓൾറെഡി നമ്മൾ ഒരാളെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഈ കുട്ടി എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായ ആൻസറും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ നമ്മൾ മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുന്നത്? അല്ല മാഡം, ഈ പെണ്ണിന് നേരത്തെ ആരെങ്കിലും ചോദ്യ പേപ്പർ ചോർത്തി കൊടുത്തോ എന്തോ? ഈ പെണ്ണ് ലീലയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടു സാർ. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എനിക്കൊന്നും അറിയില്ല. എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് എനിക്ക് ജോലി എങ്ങാനും കിട്ടാതാവൂ? എന്തായാലും ആ കുട്ടി വന്നതല്ലേ, നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് നോക്കാം. ലാസ്റ്റ് മിനിറ്റ് കേറി വന്ന് എല്ലാം സ്പോയിൽ ചെയ്തു. വാ മോളെ, ഇവിടെ വന്നിരിക്കും. 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് 2 പേരോട് ഒരുപോലെ ചോദ്യം ചോദിക്കും. ശരി ഉത്തരം പറയുന്ന ആരാണോ അവരെ സെലക്ട് ചെയ്യൂ. ശരി സർ. കുട്ടികൾ തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കൊടുക്കും. കുട്ടികൾ തെറ്റ് ചെയ്ത അത് തെറ്റാണെന്ന് മനസ്സിലാക്കിച്ച് അവരത് ആവർത്തിക്കാതിരിക്കാൻ നോക്കും. കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അവർ കളിക്കണമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്തതിന് ശേഷം കളിക്കാൻ പറയും. കളികൾക്കിടയിലൂടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും. നോളജ് എന്ന് പറയുന്നത് പുസ്തകത്തിലല്ല ഉള്ളത്, അവരുടെ മൈൻഡിലാണ്. മൈൻഡിൽ അവർ കളിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ കൊണ്ട് എങ്ങനെയാ പഠിക്കാൻ പറ്റുക?
കുട്ടികളെ ഉറക്കണമെങ്കിൽ നിർബന്ധിച്ച് കിടത്തി ഉറക്കാൻ ശ്രമിക്കും. കഥ പറഞ്ഞു കൊടുക്കും. എൻ്റെ അച്ഛൻ എന്നെ കുഞ്ഞുനാളില് കഥകൾ പറഞ്ഞു തന്ന ഓർക്കിയിരുന്നെ. പഴയ കഥകളൊക്കെ എനിക്ക് ഒരുപാട് അറിയാം. കൈയടിക്കും. ഞാൻ ചോദിച്ചപ്പോ ഇവൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ ശരിയായി ഉത്തരം പറയുന്നുണ്ടല്ലോ. ഞാൻ ഉപദേശിക്കുന്ന ബുദ്ധി എങ്ങനെയുണ്ട്? അധികം സന്തോഷിക്കണ്ട. ഈ റൗണ്ടിൽ നീ ജയിച്ചിരിക്കാം. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ ചോദിക്കാൻ പോകുന്നത് ഞാനാ. വളരെ കറക്റ്റായിട്ട് പറഞ്ഞു മോളെ. താങ്ക്സ് മാഡം. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ചോദിക്കാം. സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു റൗണ്ട് എന്തിനാ? അവളെ തന്നെ സെലക്ട് ചെയ്യും. സ്കൂളിലേക്ക് പോകാൻ ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. കുട്ടികൾ ഇതുവരെയും റെഡി ആയിട്ടില്ല. 5 മിനിറ്റ്സിനുള്ളിൽ എന്തായാലും ഒരു റെഡി ആവും. പക്ഷേ ബാഗിൽ ബുക്സ് ഇല്ല, ലഞ്ച് ബോക്സിൽ ഫുഡ് ഇല്ല, ഷൂസ് ക്ലീൻ ചെയ്തിട്ടുമില്ല. ഈ സമയത്ത് തന്നെ നിങ്ങൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? അതെങ്ങനെ ചെയ്യും? കുട്ടികള് മുകളിലെ റൂമിലായിരിക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗുപ്ത, ഇവളെന്താ എഴുന്നേറ്റ് പോകാത്തത്? ഇവളെന്തിനാ അവിടെ തന്നെ ഇരിക്കുന്നെ? അയ്യോ, ടൈം അപ്പ്. സോ ഈ കുട്ടി ഫെയിൽ ആയിരിക്കുന്നു. ഈ കുട്ടി സെലക്ട് ആയിരിക്കുന്നു. ഒന്ന് ചോദിക്കട്ടെ, എന്താ ഒന്നും ചെയ്യാതിരുന്നേ? ഞാൻ എന്തിനു സാർ ഇതൊക്കെ ചെയ്യണം? ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവര് തന്നെ ഇവളെ പറഞ്ഞയച്ചോളൂ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളെ ഒരുക്കേണ്ട ചുമതല നിന്റേത് തന്നെയല്ലേ? അയ്യോ ഗുപ്ത, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? സമാധാനത്തോടെ കാണും. മോളെ പറ, മേഡം ചോദിച്ചത് കേട്ടില്ലേ നീ? ഇവർക്ക് കുട്ടികളെ ഒന്നും നോക്കാൻ അറിയില്ല. പറഞ്ഞയച്ചേക്ക്. ഈ കുട്ടിയെ സെലക്ട് ചെയ്യാം. പറയുമോളെ, എന്താ ഒന്നും ചെയ്യാതിരുന്നേ? എന്തിനിതൊക്കെ ചെയ്യണമെന്ന് എന്താ ചോദിച്ചേ? സ്കൂളിലേക്ക് പോവാൻ ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ. കുട്ടികൾ എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ ഫെയിലായി എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ നോക്കലാണ് എൻ്റെ ജോലി. അങ്ങനെ നടന്നാൽ ഞാനെന്തിന് ജോലി തുടരണം? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാ ഞാനൊന്നും ചെയ്യാതെ ഇരുന്നത്. വെരി ഗുഡ്. മിസ്റ്റർ ഗുപ്ത, എത്ര നന്നായി സംസാരിക്കുന്ന, എത്ര നന്നായി ചിന്തിക്കുന്നത്. കണ്ടാൽ എന്നെ പോലെ തന്നെയുണ്ട്. എന്നെ ഞാൻ തന്നെ കാണുന്ന പോലെ തോന്നുക. ശ്ശോ. അയ്യോ, ആ മകൾക്ക് ഈ മകളെ എങ്ങനെ കാണാൻ സാധിച്ചു? എത്ര ആലോചിച്ചിട്ടും എനിക്ക് അത് മാത്രം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എല്ലാം യമലീല.
നിങ്ങൾ രണ്ടുപേരില് കെയർ ടേക്കറായി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ആർക്കാണുള്ളത്? എനിക്കുണ്ട് മാഡം. എനിക്കില്ല മാഡം. ഒരമ്മയ്ക്ക് കുട്ടികളെ നോക്കാൻ എക്സ്പീരിയൻസ് എന്തിനാ? അപ്പൊ അത് ചെയ്യാൻ ഇവിടെ ആള് വേണ്ടേ? എനിക്കെന്ത് പറ്റാനാ സാറേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മുഖം കണ്ടാലേ അറിയാം പാചകമൊന്നും അറിയില്ലെന്ന്. ഇനി എങ്ങനെ ജയിക്കുമെന്ന് നോക്കാം. ശരി ശരി മോളെ, നീ പോയി ഒരു കോഫി ഇട്ടുകൊണ്ട് വാ. അയ്യോ, ഗുപ്ത, അവൾക്ക് എന്ത് ഭംഗിയല്ലേ? എന്നെ പോലെ തന്നെയാ ചിന്തിക്കുന്ന. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ തന്നെയാ അവളും പറയുന്നത് ഗുപ്ത. ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വീട്ടില് ഒരു വിഷമം ഉണ്ടാവില്ല. മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നാ. എല്ലാം ദൈവ നിശ്ചയമാണ് മകളെ. നിന്റെ ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ദൈവം ആ മകളെ ഏൽപ്പിച്ചിരിക്കുക. ഇവൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നത് എന്തിനായിരിക്കും? എന്തെങ്കിലും ചെയ്ത് ഇവളെ ഇവിടെ നിർത്താതെ നോക്കണം. എങ്ങനെയെങ്കിലും ഞാൻ ഉദ്ദേശിച്ചവളെ തന്നെ ഇവിടെ കെയർ ടേക്കർ ആക്കണം. ഇവളെ സഹായിക്കുന്നത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സഹായിക്കാം. എന്താ മകളെ നീ ഇപ്പൊ നമ്മോട് പറഞ്ഞത്? അതെ മിസ്റ്റർ ഗുപ്ത, ആ പെൺകുട്ടി ഇവിടെ നിൽക്കാനും എന്റെ കുഞ്ഞുങ്ങളുടെ കെയർ ടേക്കർ ആകാനും ഞാൻ സഹായിക്കാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മകളെ? നീ ഒരു ആത്മാവാണ്. ആ കാര്യം എന്താ നീ മറന്നുപോയോ? ആ, പക്ഷേ അവൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാനെല്ലാം പറയും. അത് മതിയല്ലോ മിസ്റ്റർ ഗുപ്ത. ആ, എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറ്റണം. അതാദ്യം നോക്കാം. വാ 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 ഇങ്ങോട്ട്. മകളെ, ദൈവമേ, ആരെങ്കിലും കണ്ടോ? എടുത്തോളൂ. നിങ്ങളല്ലേ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നേ. ഇത്തവണ നിങ്ങൾ കുടിക്കേ. എടുക്കൂ മാഡം. എനിക്ക് വേണ്ട. കോഫി അടിപൊളി, നന്നായിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ ഉണ്ട്. ഇതിൽ മധുരം ഒട്ടുമില്ല.
ഇതില് കൂടുതലുണ്ടല്ലോ. ഞാൻ സാറിന് ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല. അങ്കിളിന് ഷുഗർ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? ശരിയാ, ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലല്ലോ. അത് സാറതിന്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് ഞാൻ വന്നപ്പോ തന്നെ കണ്ടിരുന്നു. എന്റെ അച്ഛനും ഷുഗറിന് അതേ ടാബ്ലറ്റ്സ് തന്നെയാ കഴിക്കുന്നത്. ഓ, സാറ് ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഞാൻ കണ്ടു. ഉള്ളിലിരിക്കുന്ന അതിന്റെ കവറിന്റെ മുകളില് ഷുഗർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ സാറിന് ഷുഗർ ഫ്രീ കോഫി എടുത്തോണ്ട് വന്നത്. അമ്മോ, ഇവളാള് കൊള്ളാലോ. പറഞ്ഞു കൊടുത്താൽ പോലും ജോലി ചെയ്യുന്ന കാര്യം വലിയ കഷ്ടത്തിലാ. എന്നിട്ടും നീ കണ്ടു മനസ്സിലാക്കി ആർക്ക് എന്തു വേണോന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നീ സൂപ്പറാ മോളെ. താങ്ക്സ് സർ. ആഹാ, എന്നാലും ഒരു കോഫി ഉണ്ടാക്കിയതിന് ഇത്രയൊക്കെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ അങ്കിൾ? ഈ പെണ്ണിനാണെങ്കിൽ കല്യാണവും കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ നിർത്തിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാ. ഇവളുടെ ഭർത്താവിന് ജോലി ദുബായിലായതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ നോക്കിയാൽ നീ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. നിനക്കും കല്യാണം ആയില്ലല്ലോ. അത് ലോജിക്കാ. എന്ത് ആത്മാവാണ് നീ? ശരി ശരി, മൂന്നാമത്തെ റൗണ്ട് തുടങ്ങാം. ഞാൻ ചോദിക്കാം അങ്കിൾ. ശരി, ചോദിച്ചോ. നിങ്ങൾ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചുകൊണ്ട് വരണം. അതിന് കുട്ടികൾക്ക് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം മാഡം. ഓ, ഈ കാര്യം ഞാൻ ഇവളോട് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ശരി മാഡം, ഞാനും വാങ്ങിയിട്ട് വരാം. ഈ റോഡിന്റെ എൻഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ 30 മിനിറ്റ് സമയം തരാം. പോയി വാങ്ങിച്ചിട്ട് വരൂ. ഓക്കെ മാഡം. ഗുപ്ത, നമുക്ക് കൂടെ പോയി അവളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ മകളെ? അയ്യോ, വാ വാ ഗുപ്ത, മകളെ. ഞാൻ പറയുന്ന കേൾക്ക്, വാ. ഞാനും കൂടി പുറത്ത് പോയിട്ടില്ല മാഡം. അതെന്തിനു വേണ്ടിയാ രാഘവ? പോയവര് തിരിച്ചിവിടേക്ക് വരണ്ടേ? നീ ഇവിടെ തന്നെ നിൽക്കും. രാഘവൻ ഇതുവരെ വന്നില്ലല്ലോ. സാർ, കെയർ ടേക്കറിനെ സെലക്ട് ചെയ്തോ? ഇല്ല സാർ, ലാസ്റ്റ് റൗണ്ട് നടക്കുകയാ. ലാസ്റ്റ് റൗണ്ടോ? അതെ സാർ. ഗുഡ്. അപ്പോ എല്ലാവരും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ കെയർ ടേക്കറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി? ഇപ്പോ അച്ഛന് കോഫിയിൽ ഷുഗർ ഇല്ലാതെ കൊടുത്ത ആ കുട്ടിയെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ? ബുദ്ധിപരമായി ആലോചിച്ച് ചെയ്യുന്ന ജോലിയിലെല്ലാം ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. സൂപ്പർ സാർ. സാർ കറക്റ്റായ ആളിനെ കണ്ടുപിടിച്ചിരിക്കുന്നേ. സാർ, മഹേശ്വരി മേഡത്തിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക സാർ. സാർ തന്നെ സംസാരിക്കണം. ശരി, ഫോൺ കൊടുക്കുക. ശരി സാർ. സാറിന് മേഡത്തോട് സംസാരിക്കണമെന്ന്. പറ മഹേന്ദ്ര. മഹേശ്വരി, രാഘവൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടാമത് വന്ന ആ പെൺകുട്ടിയില്ലേ, ആ കുട്ടി തന്നെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടി തന്നെ സെലക്ട് ചെയ്യുന്നതല്ലേ നല്ലത്. മഹേന്ദ്രൻ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യാം. എന്തൊക്കെയായാലും ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയില്ലേ? ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ലാസ്റ്റ് റൗണ്ടിൽ ആര് വിജയിക്കുന്ന അറിയാൻ പറ്റും. അതുകൂടി കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാന്നാ വിചാരിക്കുന്നത്.